ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ കാണുന്ന അമ്മ കാണുന്നുണ്ടെങ്കിൽ അമ്മ ഐ മിസ് യു. അമ്മ അല്ലാണ്ട് വേറെ ആരും എന്നെ ത്രെഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താവുമെന്ന് എനിക്കറിയത്തില്ല, ഇവരെങ്ങനെ എടുക്കുമെന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രെസ്ഡാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ. പോയിട്ട് വരാവേ. ഇനി കുറച്ച് നേരത്തേക്ക് ഒന്ന് വോയിസ് ഓവർ ആക്കുവാണേ. കാരണം സലൂണിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്ക് ഇറങ്ങിയപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വ്ളോഗിൻ്റെ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ഐഡിയ ഇല്ല, പക്ഷെ ഒരുവിധം എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതാ ഞാൻ സലൂണിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. അകത്തോട്ടിങ്ങനെ പയ്യെ കയറിയപ്പോഴത്തേക്കുമാണ് ദാ ഈ ക്യൂട്ട് ഡോഗിനെ കാണുന്ന. ഇവിടുത്തെ മിക്ക ആൾക്കാരുടെ കയ്യിലും ഒരു ഡോഗ് കാണും, ലൈക്ക് വാക്കിങ്ങിനായാലും ഷോപ്പിങ്ങിൻ്റെ ഇടയിലായാലും. അങ്ങനെ ഞാൻ എന്താ വെയിറ്റ് ചെയ്യുവാണ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമുക്കിവിടുത്തെ രീതി അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. അങ്ങനെ ആ ചേച്ചീനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി, കാരണം ഫേസിലും ആ സ്മൈലും ഒക്കെ നല്ല പോസിറ്റിവിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ ലൈക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് അറിയത്തില്ല. എനിക്കിപ്പോൾ ഇംഗ്ലീഷല്ലേ അറിയാവൂ, എനിക്ക് ജോർജിയൻ അറിയത്തില്ലല്ലോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് തിൻ ആവണ്ട, ലൈക്ക് ഐ വോണ്ട് തിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പുള്ളിക്കാരിക്കും മനസ്സിലായി. ഞാൻ പിന്നെ പറഞ്ഞു അത്യാവശ്യം തിക്ക്. ഞാൻ ആക്ച്വലി ഈ സലൂൺ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് തന്നെ പറയുന്നത്, ഈ ചേച്ചിയുടെ ഐബ്രോസ് ഞാൻ നോക്കിയപ്പം അങ്ങനെ തിന്നൊന്നുമല്ല, നമ്മുടെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറിയത്. അങ്ങനെ ആദ്യം തന്നെ ഈ വാക്സിങ് സ്ട്രിപ്പ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു, കാരണം നമ്മുടെ നാട്ടിലൊന്നും വാക്സിങ് സ്ട്രിപ്പൊന്നും യൂസ് ചെയ്തല്ലല്ലോ ത്രെഡ് ചെയ്യുന്നത്. നോർമലി ഫുൾ ത്രെഡാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡല്ല, പുള്ളിക്കാരിയുടെ രീതി ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇങ്ങനെ ഔട്ടർ എല്ലാം വാക്സിങ് സ്ട്രിപ്പ് വെച്ച് മാറ്റിയിട്ട് പിന്നെ പ്ലക്ക് യൂസ് ചെയ്യും, പ്ലക്കർ വെച്ചിട്ട്. ഇതാണ് പാർലറിൻ്റെ ഒരു ഉൾഭാഗം. പാവം എൻ്റെ ഫ്രണ്ട് അനുവാണ് ഈ ക്യാമറ ഫുൾ ഡീൽ ചെയ്തത്. അവളിങ്ങനെ എടുത്തത് കൊണ്ട് മാത്രം എനിക്കിതിപ്പം പോസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് അനുവിനുണ്ട്. പക്ഷെ പറയാൻ എനിക്കിതില്ല, കാരണം നല്ല രീതിയിൽ തന്നെ ചെയ്തു. അങ്ങനെ വലിയ പെയിനൊന്നും ഇല്ലായിരുന്നു വാക്സ് ചെയ്തപ്പോഴും. അമ്മയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, അയ്യോ വേദന എടുക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട് അനുവിന് ഡ്രസ്സ് മേടിക്കാനായിട്ട് പോകണം. അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുവാണ്. ബസ് ഇതുവരെ വന്നില്ല. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി വിദൂരതയിലേക്ക് നടക്കുവാണ്. ഒരു മോളിലേക്കാണ് പോകേണ്ടത്, കാരണം അനുവിനൊരു കോട്ട് മേടിക്കണം, ട്രെഞ്ച് കോട്ട് ഓർ സ്വെറ്റർ അങ്ങനെ. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഡ്രസ്സിൻ്റെ റേറ്റൊക്കെ നോക്കി. ഒന്നും മേടിക്കാൻ പ്ലാനില്ല, പക്ഷെ നമ്മൾ വെറുതെ നോക്കുമല്ലോ. അങ്ങനെ ഇങ്ങനെ നോക്കി നടക്കുവാണ്. ഓരോന്നിൻ്റെ റേറ്റ് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് പയ്യെ മാറി അടുത്ത സ്ഥലത്തോട്ട് പോകും. അങ്ങനെയായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. അങ്ങനെ പിന്നെ ബ്ലാക്ക് ഫ്രൈഡേയോ അങ്ങനെയൊക്കെ വരുമ്പം റേറ്റ് കുറയും. എങ്കിലും അത്യാവശ്യം അത് കഴിഞ്ഞ് ഞങ്ങൾ മെക്ഡിയിൽ കയറി കേട്ടോ. ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ കയറുവാണ്. അവിടെ നിന്ന് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത്. ഇവിടെ സിസ്റ്റം കൊള്ളാം അത്യാവശ്യം. നമുക്കിങ്ങനെ ക്യൂ നിന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് മെക്ഡിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് സൈഡിൽ ചെറുതായിട്ട് ഇപ്പോൾ കാണാം. ആക്ച്വലി ഇവിടെ ജാനുവരി 6 ഇവിടെ ക്രിസ്മസ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഡിസംബർ 25 എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ വേൾഡ് ഫുള്ള് ഡിസംബർ 25 ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് കണ്ട ഒരു ലേഡി ഇതുപോലെ ഒരു ഡോഗ് വന്നപ്പോൾ ഇത്രയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൊടുത്തു. പാവം, നല്ല മനുഷ്യൻ.
അത് കഴിഞ്ഞിതാ ഞങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ടോക്കൺ എടുത്തിട്ട് ആ സ്ക്രീനിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ 11 അപ്പോൾ നമ്മുടെ ഫുഡ് എത്തും. അങ്ങനെ ഞങ്ങളൊരു ചീസ് കേക്ക് ഓർഡർ ചെയ്തു, ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു, പിന്നെ 2 ബർഗർ, അതിൻ്റെ കൂടെ ഒരു പെപ്സിയും കിട്ടും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യണം. വേറെ ആരും വന്ന് ക്ലീൻ ചെയ്യില്ല. നിങ്ങൾ ഡിസ്പോസ് ചെയ്തിട്ട് ഇതുപോലെ ട്രേ വെച്ചാൽ മതി. ചെയ്യാൻ വേറെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? കമന്റ്. സാധനമാണ്. ഇഞ്ചിയാണിത്. ഇത് കണ്ടോ, ബേബി കോൺ, കുഞ്ഞി സ്ട്രോബെറി. ഇതെന്താ? കുഞ്ഞി കൊണ്ടി അയ്യോ, ഓ മൈ ഗോഡ്. ഹായ്, നല്ല ഫ്രഷ് മല്ലിയില കണ്ടോ, നല്ല ഫ്രഷാണ്. ദിസ് ഈസ് മിൻറ്റ് ലീവ്സ്. ഇതൊക്കെ എത്രയാ റേറ്റ് നോക്കാം. വാട്ടർ ക്രസ്ന് 19 അറിയോ ഈ ഇലയ്ക്ക്? നമ്മുടെ നാട്ടിലൊക്കെ 10 രൂപയ്ക്ക് കിട്ടും അല്ലേ? 10 രൂപ പോലും വേണ്ടെന്ന് തോന്നുന്നു. ഇത് കഷ്ടമാണ്. കുറച്ച് എക്സ്പോർട്ട് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട്, കുറച്ച് ഇമ്പോർട്ട് ചെയ്താലും ഇങ്ങോട്ട്. കണ്ടോ, പച്ച തേങ്ങ. ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും മിക്കവാറും. കോക്കനട്ട് 1 kg 12 ജെല്ല് 12 ലാരി. ഇതെന്താ സാധനം? കുഞ്ഞ് ഓറഞ്ചാണോ? വാട്ട് ഈസ് ദിസ്? സോറി, ഐ ഡോണ്ട് നോ വാട്ട്സ് ദിസ്. മാംഗോസ്റ്റിൻ ആയിരുന്നു അത്. മാംഗോസ്റ്റിൻ ഇതല്ലേ? അതെന്താ? പീച്ച് ഇമ്പോർട്ട്. അത് പീച്ചാണോ? ഇതെന്തോ സാധനം? ഇത് പീച്ചാണോ? ഇതോ അതിൽ എഴുതിയിട്ടുണ്ട്, അതിൽ പീച്ച് കണ്ടോ. ഇത് മാംഗോസ്റ്റിൻ. കോക്കനട്ട്, അവക്കാഡോ, പീച്ച്, നെക്ടേറിയൻ. ഇത് നെക്ടേറിയൻ ആണോ? ഇതാണ് നെക്ടേറിയൻ. ഇതല്ലേ പീച്ച്? ലിച്ചി 1 kg. അതാണ് പീച്ച്. അത് ലിച്ചിയാ. വേറെ ടൈപ്പ് ഓഫ്. ദിസ് ഈസ് ആൻ വെറൈറ്റി കൈൻഡ് ഓഫ് ലിച്ചി. ഓക്കെ, കണ്ടോ നമ്മുടെ അവക്കാഡോ ആണ്. നല്ല റേറ്റ് ആയിരിക്കും. കണ്ടോ, 17.50 ജെൽ. അതായത് 17 ഇൻറ്റു നമ്മുടെ 30. അതാണ് നമ്മൾ, അതായത് ഇവിടുത്തെ ഒരു ലാറി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ 30 രൂപയാണ്. ഓക്കെ, 30 റുപ്പീസ്. സോ നമ്മൾ എന്ത് കണ്ടാലും 17 ഇൻറ്റു 30 ചെയ്ത് നോക്കുക. 17 എന്നല്ല, എന്താണോ കാണുന്നത് അതേ ഇൻറ്റു 30 ചെയ്ത് നോക്കുക. അപ്പം തന്നെ നമുക്കത് മേടിക്കാൻ തോന്നില്ല. ബിക്കോസ് നമ്മൾ ഇന്ത്യൻ മണി ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് പിന്നെ ഒന്നും മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊന്നും കൺവേർട്ട് ചെയ്യരുത്, എന്നാൽ അനാവശ്യമായിട്ട് ചിലവാക്കുകയും ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നും മേടിച്ചിട്ടില്ല. അതുപോലെ ഒന്നും മേടിക്കാതെ നമുക്ക് എന്താ. ഇത് ഞാൻ കണ്ടു. ഇതാണ് ഹേസൽനട്ട് എന്ന്. ചെസ്നട്ട്. ഇത് പൊട്ടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് കഴിച്ചത് കൊച്ചുള്ളി ഉണക്കി എല്ലാം വെച്ചിരിക്കുമായിരിക്കും. കണ്ട കറക്റ്റ് കുഞ്ഞെടുത്ത് ഫ്രൂട്ടാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സീഡുണ്ട്. അതാണ് നമ്മുടെ ഈ ഫെറാറോ റോഷർ എന്നൊക്കെയാണോ? അതിനകത്തല്ല കേട്ടോ, വേറെ ഏതോ ഒരു ഡയറി മിൽക്കിലാണോ, ഇതിലൊക്കെ ഉണ്ടത്. പ്ലംസ്. ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ്. വാവ്, പഴം കണ്ടോ ദീ അവിടെ? ഇവിടെ എന്തൊക്കെയാ നോക്കാം. കോഴിനെ കണ്ടു ഗൈസ്. ഓക്കെ, നമുക്ക് അവിടെ എന്താ നോക്കാം. ഐസ്ക്രീംസ് നമ്മളല്ലോട്ട് നോക്കാനേ പാടില്ല, കാരണം നമ്മൾ മേടിക്കുന്നില്ല. ഓക്കെ, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതിയൊന്നുമില്ല. റേറ്റ് കാണുമ്പോൾ ആർക്കായാലും ഉള്ള കൊതിയൊക്കെ പോവും. ഐ എം നോട്ട് സ്വീറ്റ് ലവർ. എനിക്കൊരു സ്പൈസി ആയിട്ട് കുറച്ച് അച്ചാറിനെ കാണുമ്പോൾ എനിക്ക് കൊതി വരും. നല്ല കണ്ണിമാങ്ങ അച്ചാർ, നല്ല ചോറും ചമ്മന്തിയും തൈരും അച്ചാർ, അതിലൊക്കെയാണ് എനിക്ക് കൊതിയുള്ളത്. വേറെ ഈ ചോക്ലേറ്റ്സ് ഒന്നും എനിക്ക് വേണ്ട.
കണ്ടില്ല, ഇതുപോലെ ഒത്തിരി ചോക്ലേറ്റ്സ് ഞാൻ കണ്ടു. എനിക്കൊന്നും ഇഷ്ടമല്ല. ഈ സെക്ഷൻ എന്നെ വല്ലാണ്ട് മാടി വിളിക്കുന്നു. ഒന്നും മേടിക്കാനൊന്നും പോണില്ല. ഹായ്, കൊള്ളാല്ലേ? ഡ്രിങ്ക് കാണിച്ചു തരാം. ഇതെല്ലാം ഓരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ കാണോ. ഇതാണ് ബൊർജോമി, ഇത് ബക്കുറാനി, അതായത് ഇത് ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. ഇതൊരു സൾഫർ കണ്ടൻറ്റ് ഉള്ള, ലൈക്ക് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ എടുക്കുന്ന എന്തോ ഒരു പ്രത്യേകതരം വെള്ളമാണത്. ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. ലൈക്ക് സോൾട്ട് കണ്ടൻറ്റ് കൂടുതലുള്ളൊരു വെള്ളമാണ്. കാർഡ് എടുത്ത് ഇവിടെ ടാപ്പ് ചെയ്യാം, സ്ക്രീൻ മാറും, പിൻ നമ്മൾ കാണണ്ട. ഓക്കെ ഓക്കെ. Thank you. Hey guys, അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നൈറ്റ് ഞാൻ വ്ളോഗിൻ്റെ എൻഡ് എടുക്കാൻ മറന്നുപോയി. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ പെട്ടെന്ന് ടാക്സി ബുക്ക് ചെയ്തു. കാരണം ഓൾറെഡി 7 ആയി. അപ്പം ഇനിയൊരു ബസ്സിൽ കയറി വരണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കൂടെയുള്ള ചേട്ടൻ്റെ ലഗേജ്, ലൈക്ക് വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ടാക്സിയിൽ ഇങ്ങ് വന്നു. സോ ഈ വീഡിയോ, ലൈക്ക് ഇതിൽ എല്ലാം ഞാൻ കാണിക്കുന്നത്, ഞാൻ ആക്ച്വലി ഈ പ്ലേസിൽ ന്യൂ ആണ്. അപ്പോൾ ഞാൻ കാണുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് പുതുമയുള്ളതാണ്. അപ്പോൾ കാണുന്നവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കാണാനോ അറിയാനോ ഒക്കെ പറ്റിയിട്ടുണ്ടാവാം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. പിന്നെ അടുപ്പിച്ച് വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് പോകുന്നത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. ക്ലാസ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇവിടെ വെക്കേഷനാണ്. കഴിഞ്ഞ 30th തൊട്ട് December 30 to Jan 12 വരെ ഇവിടെ ലീവാണ്. ബിക്കോസ് 6th ക്രിസ്മസും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6th ക്രിസ്മസും 12th ഇവിടെ ന്യൂ ഇയർ ആണ്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ ടൈമുണ്ട്. സോ ഇഷ്ടപ്പെട്ടവർ എങ്ങനെയാണ് സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ലവ് യു ആൾ. ബൈ.